വീഡിയോ കാണുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇതാരും അനുകരിക്കരുത്. ഇത് അത്ര സേഫായിട്ടുള്ളൊരു കാര്യമല്ല. ഹെലിക്യാമിൻ്റെ ബാറ്ററി കുത്തിയിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കത്തി ഒന്ന് കൊണ്ടതിനകത്ത് പെട്ടെന്നൊരു സ്പാർക്ക് അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാണിക്കുന്നത് ശുദ്ധ പട്ടത്തരമാണ്. എന്നാലും ചുമ്മാ രസം. മാറിക്ക് പൊന്നു ഹെലിക്യാമിൻ്റെ ബാറ്ററിയാ. ഒറ്റ കുത്തൂലും ഒറ്റ പൊട്ടലായിരുന്നു. ഇത് എത്ര പവർഫുൾ സാധനമാണ് ഇതിനകത്തിരിക്കുന്നത്. ദൂരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ബാറ്ററികൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകണം. ഒന്നൊരു ക്യാമറയുടെ ബാറ്ററി, രണ്ടൊരു ഗോപ്രോ ക്യാമറയുടെ ബാറ്ററി, 3 ഹെലിക്യാമിൻ്റെ ബാറ്ററി. ഇത് 3ഉം അഴിച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിനകത്ത് ഏത് ഫസ്റ്റ് എടുക്കണം? ഇതെടുക്കണോ? നമുക്ക് ക്യാമറയുടെ ബാറ്ററി തന്നെ തുടങ്ങാം. ഇതൊരു പഴയ ബാറ്ററിയാണ്. ഇത് ഫസ്റ്റ് ഇളക്കാൻ പോവുകയാണ്. സൈഡ് ഇങ്ങനെ ഒന്ന് തിക്കി വിടാൻ പോവുകയാണ്. നല്ല പാടാ കേട്ടോ കുത്തിയിളക്കാൻ. ഒരു സ്ക്രൂ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വലിച്ചിളക്കാനേ വരത്തുള്ളൂ. ഇളകി ഇതങ്ങ് മാറ്റിട്ടാടാ സൗകര്യം. പൊട്ടിയിരിക്കുവായതുകൊണ്ട് ഒരു കുത്തിന് ഇളകി പോന്നു. ഇത്രയാണ് ഇതിൻ്റെ കവറ്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ബാറ്ററി ഇളക്കിയിരിക്കുന്നു. ഇതിനകത്ത് 2 ലിഥിയം അയോൺ ബാറ്ററി കിടപ്പുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർന്ന് 1865 mAh ബാറ്ററി ആയത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സർക്യൂട്ടും ഉണ്ട്, ഒരു IC ഒക്കെ ഉള്ള ഒരു സർക്യൂട്ട്, പിന്നെ 2 ബാറ്ററി, അത്രേ ഉള്ളൂ. അത് ക്യാമറയുടെ ബാറ്ററി ഏതാണ്ട് 7000 രൂപയോളം വിലയുണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ അടുത്ത ബാറ്ററി ഏറ്റവും ചെറിയ ക്യാമറയുടെ ആക്ഷൻ ക്യാമറ ഗോപ്രോയുടെ ബാറ്ററി. ഇത് അല്പം ബൾജായിട്ടുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററികൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് കേടാം. ഒന്ന് അതിൻ്റെ ആ ബാക്ക് ക്യാപ്പ് ഒന്നും നല്ലോണം അടയത്തില്ല, വെള്ളം കയറാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ബാറ്ററിക്കകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകും. വീഡിയോ ഒത്തിരി ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി കുത്തി ഇളക്കുന്ന വെച്ച് സമയമെടുത്ത പരിപാടികളാണ്. അതുകൊണ്ട് ഇത്ര സ്പീഡിൽ കാണിക്കുകയാണ്. സ്മെല്ലുണ്ടോ? ചെറുതായിട്ട് പുഷ് ചെയ്ത് തോന്നിയിട്ട് ഇതിനും 10,000-2000 രൂപ വില. നല്ല പറയുന്നത്. ഞാൻ ആ ബാറ്ററി കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കത്തി ഒന്ന് കൊണ്ടതിനകത്ത് പെട്ടെന്നൊരു സ്പാർക്ക്. ഈ സ്പാർക്ക് വരുന്ന കണ്ടപ്പം വീണ്ടും കുത്താനൊരാഗ്രഹം. അങ്ങനെ വീണ്ടും കുത്തുന്നതനുസരിച്ച് പതുക്കെ ബാറ്ററി പുകഞ്ഞു തുടങ്ങി. നന്നായിട്ട് ഇതങ്ങ് പുകഞ്ഞ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പൊള്ളലേക്കാനുള്ള ചാൻസ് ഉണ്ട്, അതൊക്കെ അറിയാം. എങ്കിലും ഒന്ന് ട്രൈ അടിച്ച് നോക്കിയതാണ്. ഇതൊന്നും ആരും ചെയ്യരുത് കേട്ടോ. അങ്ങനെ കുത്തി ബാറ്ററി ഇതാണ്ട് ഈ പരുവത്തിലായി. അതിത് ഫുള്ള് പുകഞ്ഞ് അതിനകത്തുനിന്ന് കുറേ വെള്ളവും ഏതാണ്ടൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ബാറ്ററി ഈ പരുവത്തിലായി. പിന്നെ ഞാൻ ഈ ബാറ്ററി ദൂരെ കളഞ്ഞു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാറ്ററി ഹെലിക്യാമിൻ്റെ ബാറ്ററി, ഡ്രോണിൻ്റെ ബാറ്ററി, ഇതാണ് ഏറ്റവും വിലയുള്ള ബാറ്ററി. 10-14 രൂപയോളം വിലയുണ്ട് ഇതിന്. അപ്പോൾ ഇവനെ ഇളക്കാനും വലിയ പാടൊന്നുമില്ലായിരുന്നു, കാരണം ഇതിൻ്റെ സൈഡ് മൊത്തം സ്ക്രൂകളാണ്. അപ്പോൾ ചെറിയ സ്ക്രൂകളാണ്, അത് കുത്തി ഇളക്കിയ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കാണിക്കുന്ന വലിയ ബോറാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോയും ഓടിച്ചു കളയുകയാണ്. ഈ സാധനം ഇപ്പോൾ നമ്മൾ വലിച്ചിളക്കാൻ പോവുകയാണ്. ഈ സാധനം ഇച്ചിരി ഡേഞ്ചറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇളകി ബാറ്ററി നല്ലോണം ബൾജായിരിക്കും കേട്ടോ. അതുകൊണ്ട് ശവപ്പെട്ടി പോലെ ഉണ്ട്. അതിൻ്റെ ടോപ്പിലുണ്ട് ഒരു സ്വിച്ചും, പിന്നെ ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. ഇവിടെ ബൾബൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ ഇതിൻ്റെ മേൽവശം. ഇതുണ്ട് വീർത്തിരിക്കുന്നുണ്ട്. ആ വീർപ്പ് നമുക്ക് ഇവിടെ വെളിയിലും അറിയാൻ പറ്റും. ഇവിടെ പശ ചൊട്ടിച്ചു കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും കൂടി ഓടിച്ചു വിടുവാന്നേ. 2 ബാറ്ററി അല്ല കേട്ടോ, 3 ബാറ്ററിയാണ്. 3 ബാറ്ററി അടുക്കി വെച്ചേക്കുക. ഇതിപ്പം ഒരു തലയണ പോലൊക്കെ ആയി പൊങ്ങിയിരിക്കുക. പിടിക്കാൻ ഒരു പേടിയുണ്ട് എനിക്ക്, കാരണം എന്തെങ്കിലും ഒരു പണി എടുക്കഴിഞ്ഞ് പൊട്ടി തെറിച്ചാൽ തീർന്നു. മോൻ തന്നെ ആയിരിക്കും പോകുന്നു. ഇപ്പോൾ ഒരു സ്പാർക്ക് വന്നു ഇതിനകത്ത്. ഒരുവിധം ഞങ്ങളിത് വലിച്ചിളക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു തലയണ പോലായി. ഇത് നേരെ ഇരിക്കുന്ന സാധനമാണ്. ഇത്രേ ഉള്ളൂ. ഇതിൽ 3 താഴോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിച്ചിളക്കാം, പക്ഷേ ഇളക്കി കഴിഞ്ഞാൽ ഇത് വല്ലതും ലീക്കായി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം വെച്ചാണ് ഹെലിക്കാൻ പൊങ്ങുന്നത്. പിന്നെ ഈ ബാറ്ററികൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് ബൾജായി പോകും. നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം, ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ബൾജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും ചൂട് പിടിക്കുമ്പോൾ ഒന്നുകൂടി ഇത് ബൾജാവും. അപ്പം ബാറ്ററി ഇളകി വീഴും. ഇളകി പോന്നു കഴിയുമ്പോൾ ഹെലിക്കാൻ താഴെ പോകും. അങ്ങനെയാണ് ഈ ഹെലിക്കാൻ കൂടുതലും താഴെ വീഴുന്നത്. ഒരു സർക്യൂട്ട് ബോർഡ്, ഇവിടെ ഒരു സർക്യൂട്ട് ബോർഡ്, പിന്നെ ഈ ബാറ്ററി, അതിൻ്റെ കണക്ഷൻ, അത്രേ ഉള്ളൂ. ഇത് ചെറിയൊരു ലീക്കേജ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പുകയൊക്കെ ചെറുതായിട്ട് വന്നതിനകത്ത്.
ഇപ്പം മനസ്സിലായല്ലോ മൊബൈലൊക്കെ കത്തുന്നതിന് കാരണമെന്ന് തോന്നുന്നു. ഈ സംഭവം ആരും ചെയ്യരുത് കേട്ടോ. കാരണം ഞാൻ ചെയ്തത് സേഫായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ കാണിക്കുന്നത് ശുദ്ധ പട്ടത്തരമാണ്. എന്നാലും ചുമ്മാ ഒരു രസം. മാറിക്കും കണ്ടോ, അത് കത്തുന്നുണ്ടോ കണ്ടോ എൻ്റെ പൊന്നു. ഹെലിക്കാമിൻ്റെ ബാറ്ററിയാ. കണ്ടോ കത്തുന്നുണ്ടോ? ഇത്ര പവർ സാധനമായിരുന്നേ. അയ്യോ പണിയായിരുന്ന കാര്യമായി. അടുത്ത് വിട്ട് വെക്കാതെ. കണ്ടോ പുകയുന്നുണ്ടോ? അതൊരു ബാറ്ററി കത്തിയതാണേ. ഇതിനകത്ത് 2 ബാറ്ററി ഉണ്ട്. എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഭാഗ്യം. പോവില്ല. കുത്താൻ പോന്നേ. കുത്തിയടാ. ഒരു കുത്തു കൊടുത്ത്. എടാ പുകയുന്നുണ്ടോ? ചെറുതായിട്ട് പുക വന്നു തുടങ്ങി. പുക മാറി. ഇല്ലടാ പുകയുന്നുണ്ടോ? അവിടെ പുകയുന്നുണ്ട്. അതാണ് പുകയുന്നത്. ചെയ്താണോ നോക്കടാ. കണ്ടോ ചൈനയിൽ നിന്ന് വന്ന പടക്കം. കട്ടിയല്ലേ. കണ്ടോ പുക കണ്ടോ. അയ്യോ വല്ലാത്തൊരു സ്മെല്ല കേട്ടോ. വല്ലാത്തൊരു പാടാം. ആദ്യത്തെ ബാറ്ററി പുകഞ്ഞിരിക്കുന്നു. താഴത്തെ ബാറ്ററി ഇപ്പോൾ പുകയുന്നതായിരിക്കും. അങ്ങനെ 2 ബാറ്ററി അടുപ്പിച്ചിരിക്കുന്നതിനകത്ത് ആദ്യത്തെ ബാറ്ററി ഒന്ന് കത്തി. രണ്ടാമത്തെ ബാറ്ററി ഞാനിങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ കത്തിയില്ല. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ചുമ്മാ എന്നിട്ട് ഒരു ചെറിയ കുത്തു കൊടുത്ത്. ഒറ്റ കുത്തൂലും ഒറ്റ പൊട്ടലായിരുന്നു. ഇത് ഒറ്റ പൊട്ടൽ കേട്ടോ. മൊത്തം തീയറി കത്തിപ്പോയി. അത്ര പവർഫുൾ സാധനമാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ബൾജായിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററികളൊന്നും നമ്മൾ വെച്ച് കളിക്കരുത്. അത് നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാമറ ഡിവൈസ് ആയാലും അതിലൊന്നും തന്നെ അത് വീണ്ടും ഉപയോഗിക്കരുത്. പൈസ നഷ്ടമുണ്ട്, കാരണം ഈ ബാറ്ററികൾക്കൊക്കെ നല്ല വിലയാണ്. എങ്കിലും നമ്മളത് ഉപയോഗിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ആ എക്യുപ്മെൻറ്റ്സ് തന്നെ മൊത്തത്തിൽ പോകാനുള്ള ഇത് തന്നെ ധാരാളം. ഇപ്പോൾ ഫോണൊക്കെ പൊട്ടുന്നതും കത്തി പോകുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ ഈ ബാറ്ററി കത്തിക്കഴിഞ്ഞ ശേഷമുള്ള അവശിഷ്ടം ഞാനിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണേ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു പേപ്പർ പോലത്തെ സാധനം ഇങ്ങനെ ചുറ്റി വെച്ചേക്കുക. പേപ്പറൊന്നും അല്ല, വേറെ എന്തോ സാധനമാണ്, നമുക്കതറിയത്തില്ല. എങ്കിലും ഇതാണ് കത്തിക്കരിഞ്ഞ് കിടക്കുന്ന നമ്മുടെ ഹെലിക്കാമിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ടേക്ക് കെയർ, ബൈ.